ഹലോ എവ്രിവൺ, എൻ്റെ അടുത്തുള്ള പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരുന്നത് ഒരു ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ ഈസ്റ്ററിൻ്റെ ഒരുക്കമായിട്ടുള്ള മീൻകറിക്കുള്ള പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിയൽ പരിപാടിയിലായിരുന്നു ഞാൻ. പന്നി നമ്മൾ വേവിക്കാനായിട്ട് വെച്ച് വെന്ത് നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഒലുത്തലൊക്കെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടോ. നോമ്പുണ്ടാന്നോ? ഓ, കൊതി അങ്ങോട്ട് ഒഴുകാന്. മീൻകറിക്കുള്ള തേങ്ങാപ്പാൽ എടുക്കുന്ന പരിപാടിയിലാണ് അമ്മ. ഇരിക്കോ? ചിരിക്കേ. പിന്നെ വേറെ ആരോടെ സ്കൂബി ഇരിക്കോ? ആൾക്കാരത് കേട്ടിട്ട് ചിരിക്കേ. പുഞ്ചിരി. ഇതെന്താ ഇവിടെ കാണണേ? തേങ്ങ ഇറക്കിയിട്ട് അവന് തേങ്ങ കൊടുത്തിട്ട് കാണുന്നത് കണ്ണ്. കൊതിയൻ്റെ തേങ്ങ ഞാൻ പറഞ്ഞ പന്നി. ഇതാണ് ഞാൻ പറഞ്ഞ പന്നീന്ന്. അപ്പോൾ നമ്മുടെ പന്നിയൊക്കെ നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ എന്താ പറയുക, മിക്സി അടിച്ച് ഗായ്സ്. നമുക്കിനിയിപ്പോൾ ഒലത്തുമ്പോൾ ബാക്കിത്തെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നെയ്യൊക്കെ ഇറങ്ങണമെന്നാണ് കാണാൻ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ടെന്ന്. അടുപ്പിലാട്ടോ നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങൊക്കെ. വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടി വെച്ചതാ പാത്രം. എന്നിട്ട് വേണം ഇതിനകത്തേക്ക് നമ്മുടെ പന്നി വാർത്താൻ. അടുപ്പിൻ്റെ കോലൊന്നും നോക്കണ്ട, അടുപ്പായി ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവത്തുള്ളൂ അല്ലേ. ഇനി പാത്രത്തിന് ഒരെഡ്ജിലെ സാധനം പോയിട്ടുള്ളൂ, അപ്പുറത്തെ എഡ്ജിൽ നമുക്ക് പിടിക്കാനുള്ള സാധനം ഉണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ പന്നീനെ പകർത്തി വെക്കാം നമുക്ക്. ചീരണുണ്ടോ? മാങ്ങ. ഇത് നമ്മുടെ മാങ്ങ കറിക്ക് മീനും മാങ്ങ കേട്ടോ നമ്മൾ കറി വയ്ക്കുക. അപ്പം മീനും മാങ്ങയ്ക്കുള്ള മാങ്ങ കുറച്ച് ചുറുക്ക, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി വയ്ക്കുകയാണ്. അപ്പം ഇച്ചിരി പുളി കുറവുണ്ടേ. അപ്പോൾ പുളിയൊക്കെ അങ്ങോട്ട് ബാലൻസ് ആയിക്കോട്ടെ, അതിന് വേണ്ടി. അപ്പോൾ തിരുമ്മി കൊടുത്തോണ്ടിരിക്കുകയാണ്. തിന്നാൻ കൊതിയാവുന്നുണ്ട്. നമുക്ക് ഒരെണ്ണെടുത്ത് തിന്നാം. അത് കഴിയുമ്പോൾ നമുക്ക് തിന്ന് നോക്കാം. ഓക്കെ. ഈ മാങ്ങ ഉണ്ടല്ലോ, തീറ്റ തുടങ്ങിയിട്ട് നിർത്താൻ പറ്റണില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ തന്നെ കൊല്ലും പിടിച്ച്. 4 മാങ്ങ അരിയാൻ പറഞ്ഞിട്ട് 5 മാങ്ങ അരിഞ്ഞിരുന്നു. എൻ്റെ ഒരെണ്ണം ഞാൻ തിന്ന് തീർക്കുന്നു തോന്നണേ. നല്ല രസമുണ്ട്. നന്നാക്കുന്നത് സാവിയോ. അവൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. എടുക്കണ്ടോ എന്നിപ്പോൾ പറയാനുള്ള ഇറച്ചി നുറുക്കണേൻ്റെ അവിടെ വായും പൊളിച്ച് വന്നിരിക്കുകയാണ് കൊടിയൻ ശോഭിയാടോ. മാങ്ങക്കറിയുടെ നമ്മൾ മാങ്ങയും മീനും വെക്കുന്ന ഒരു വീഡിയോ നമ്മൾ അത് മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. റെസിപ്പി വേണമെങ്കിൽ അതിനകത്ത് പോയി നോക്കിയാൽ മതി. ബീഫും അതുപോലെ തന്നെ പന്നി കൊലത്താനായിട്ടുള്ള തേങ്ങാക്കുത്തി നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞ പോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മളെടുത്തു കാണിച്ചു തരാം. ഇത്ര നമ്മളെടുത്തു, ബാക്കിയുണ്ട്. ഇനി വേണമെങ്കിൽ എടുത്താൽ മതി. ഇതിപ്പോൾ അധികം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമുക്ക് കള്ളപ്പും നാടൻ കോഴിക്കറി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോഴീനെയൊക്കെ അവിടെ പപ്പ കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇത്ര നേരം പപ്പേൻ്റെ അടുത്തായിരുന്നു കട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേ. കള്ളപ്പത്തിനുള്ളത് അമ്മ മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇനിയുള്ള പണി എന്ന് പറയണത് സവാള, ഉള്ളി അങ്ങനത്തെ സംഭവങ്ങൾ അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കുറേ നേരം എന്നോട് ഏൽപ്പിച്ചിട്ട് അതെ പണി തുടങ്ങാൻ വേണ്ടി പോവാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. വീണ് ചെയ്യട്ടെ. ഞാൻ ഒന്നാമത് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ വീണ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ശരിയാവോ? ഇല്ല. അങ്ങനെ പാതിര കുർബാനയ്ക്ക് വന്നത് ഉയർപ്പിൻ്റെ പരിപാടികളാട്ടോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടു നോക്കാമല്ലേ നമുക്ക്. പള്ളിയിലെല്ലാം പോയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. കുർബാനയൊക്കെ കണ്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഇനി കിടന്നുറങ്ങാം. നമുക്കിവിടെ 11 മണിക്കായിരുന്നു കേട്ടോ കുർബാന. എത്ര മണിയായി എന്താ പറയാം, 12:51. ഇപ്പോൾ നറുക്കെടുപ്പ് കിടക്കുന്നുണ്ട്. നമ്മൾ കൂപ്പൺ എടുക്കാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു, അത്ര അങ്ങനെ. അപ്പം ഇനിയിപ്പോൾ രാവിലെ ഫുഡടി കാര്യങ്ങളൊക്കെ ആയിട്ട് മഞ്ഞപാത്രത്തിലാണോ പാപ്പ ഇരിക്കണേ? മഞ്ഞപാത്രത്തില് ഉറക്കൂല്ലേ ഇതിനക്ക്? കാണിക്കണേ, അതൊന്ന് തുറക്ക്. മഞ്ഞപാത്രം തുറക്കുമ്പോ ഇത് ഏത് പാത്രമാണ് ഇവിടെ കൊടുന്ന് വെച്ചാണ്? അരിപ്പൊടിയാ?
പാത്രത്തിന്റെ പേര് മഞ്ഞപ്പാത്രം. മഞ്ഞപാത്രത്തിലെ ബീഫ് ഇരിക്കണേ കൊതിയ. ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞ് പോയിട്ട് ദേ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നോമ്പ് മുറിക്കൽ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കാൻ പോണത്. എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരിക്കാല്ലേ, നമ്മൾ എന്ത് ചെയ്തു, അപ്പമൊക്കെ ചുട്ട് നമ്മുടെ ബീഫും സാലഡും അതുപോലെ തന്നെ കോഴിക്കറി എല്ലാം കൂട്ടി നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു. കണ്ടോ സോഫ്റ്റ് തന്നെ. അപ്പോൾ ദേ നമ്മൾ അപ്പവും കറിയും എല്ലാം കൂട്ടിയിട്ട് നല്ലൊരു വായ അങ്ങോട്ട് വായിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ നോമ്പ് മുറിക്കുന്ന ടൈമിൽ ഇത്രയും ദിവസം നോൺ വെജ് കഴിക്കാണ്ടിരുന്ന് കഴിക്കുമ്പോൾ വയറ് വൻ സീനാട്ടോ. വേദന എന്ന് പറഞ്ഞിട്ടില്ല, ഭയങ്കര വയറുവേദന ആയിരിക്കും എന്നൊക്കെ. അങ്ങനെ ദേ പിറ്റേ ദിവസം രാവിലെ ദേ നമ്മളെല്ലാ സംഭവങ്ങളും ചൂടാക്കി വലത്താനുള്ളതൊക്കെ വലത്തിയെടുത്ത് ദോശയും അപ്പവും ചുട്ട് ദേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രാവിലെയും നമ്മുടെ ഈ ഒരു അപ്പവും സാലഡും കോഴിക്കറിയും അതുപോലെ തന്നെ ബീഫും പന്നിയും എല്ലാം ഒലത്തി വെച്ചതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മീനും മാങ്ങി ഒഴിച്ച് ബാക്കി എല്ലാ കറികളും നമ്മൾ എടുത്തു കേട്ടോ. മീനും മാങ്ങി എടുക്കണമെങ്കിൽ എന്ത് വേണം, ചോറ് വേണം കഴിക്കാനായിട്ട്. അതുകൊണ്ട് അതൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ട് നമ്മൾ കഴിക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി വലിയൊരു വായ അങ്ങോട്ട് ഉരുള വായിലേക്ക് വെച്ചപ്പോൾ നല്ല ആശ്വാസം എന്നൊക്കെ, നല്ല ഉറക്കം ഉറങ്ങിയിട്ട് എണീറ്റ് വന്നതാണ്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ ഈസ്റ്റർ പരിപാടികൾ പൂർത്തിയാവണമെങ്കിൽ നമ്മൾ അമ്മ വീട് വരെ ഒന്ന് പോയിച്ചും വേണം കേട്ടോ. അങ്ങനെ അമ്മ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള സ്കൂബി കുഞ്ഞുണ്ട്. സ്കൂബി കുഞ്ഞില്ലാണ്ട് എങ്ങനെയാണ് പോവാല്ലേ? പക്ഷെ അമ്മ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുത്തിക്ക് മാത്രം സ്കൂബീനെ ഭയങ്കര പേടി കേട്ടോ. ബാക്കി എല്ലാവരായിട്ട് അന്യായ കമ്പനിയാണ്. നമ്മളവിടെ ചെന്നാൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമായി പോവേ. അങ്ങനെ ഫുഡും കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വന്ന വഴിക്കത് നമ്മുടെ അങ്കമാലിയിലുള്ള ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന കാഴ്ച കേട്ടോ. ഈസ്റ്ററായിട്ട് പോലും മനുഷ്യന്മാർ തന്നെയാട്ടോ അവരിരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ കുറച്ചധികം സങ്കടമായിട്ടോ. ഇനി തിരിച്ചു വന്ന വഴിക്ക് നമ്മളിതേ നമ്മുടെ സ്കൂബി കുഞ്ഞിന് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് നമ്മളും കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ കേട്ടോ. വേറെ പല വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ്